ഹായ് ഓൾ വെൽക്കം ടു PSC Mentor. PSC Mentorൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ മാസം 18-ാം തീയതി നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫഷൻ ഓഫീസർ എക്സാം വരികയാണ്. അപ്പോൾ എല്ലാവരും നല്ല പ്രിപ്പറേഷനിലാണെന്നറിയാം. അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ റാങ്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ജയിൽ വകുപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് കണ്ടൻറ്റും അതുപോലെ തന്നെ PYQസും കഴിഞ്ഞ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫഷൻ ഓഫീസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ എടുക്കാം. അപ്പം കംപ്ലീറ്റ്ലി ഈ ഒരു സെഷൻ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ഈ ഒരു ഏരിയയിലെ ഫുൾ മാർക്കും കിട്ടാനുള്ള എല്ലാ സ്കോപ്പും അതിനകത്ത് നിന്ന് വരും. അപ്പം നമുക്ക് നേരെ സമയം കളയാതെ ടോപ്പിക്കിലേക്ക് പോവാം. സോ നമുക്കറിയാം നമ്മുടെ ജയിൽ സ്ഥാപനങ്ങളെക്കുറിച്ച് ആദ്യമേ നമ്മൾ പഠിക്കണം. നമുക്ക് ആദ്യമേ തന്നെ 3 സോണുകളായിട്ട് നമ്മുടെ ജയിൽ വിഭാഗത്തിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. നോർത്തേൺ സോൺ, അതുപോലെ തന്നെ സെൻട്രൽ സോൺ, അതുപോലെ തന്നെ സദേൺ സോൺ. ഇങ്ങനെ ഇതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ജയിലുകളെല്ലാം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജയിൽ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ആ ഡേറ്റ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സബ് ജയിലുകൾ 17 എണ്ണമാണ് നമുക്കുള്ളതെന്ന് ഓർത്തിരിക്കുക. സബ് ജയിലുകൾ 17 എണ്ണം. ആരൊക്കെയാണ്? ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സബ് ജയിലുകൾ. ഓക്കെ, ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ, നമുക്കറിയാം റിമാൻഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, സോ അവരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സബ് ജയിലുകൾ എന്നുള്ളത്. അപ്പോൾ 17 എണ്ണമാണ്. ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്നും പഠിച്ചിരിക്കേണ്ട, അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ എണ്ണം പഠിച്ചിരിക്കണം. എത്ര മാസം വരെയുള്ള ശിക്ഷ തടവുകാരെയാണ് പാർപ്പിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ സബ് ജയിലുകൾ 17 എണ്ണമാണ്. ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും പിന്നെ റിമാൻഡ് തടവുകാരെയാണ് നമ്മൾ അവിടെ പാർപ്പിക്കുന്നതെന്നുള്ള ഓർത്തിരിക്കാം. ഇനി സ്പെഷ്യൽ സബ് ജയിലുകൾ ആണ് 16 എണ്ണം. സ്പെഷ്യൽ സബ് ജയിലുകൾ എന്ന് പറയുന്നത് 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് എന്നുള്ള ഓർത്തിരിക്കുക. നമ്മുടെ സബ് ജയിലുകൾ എന്ന് പറയുമ്പോൾ 1 മാസമാണ്, 1 മന്താണ്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറയുമ്പോൾ 3 മാസം വരെ എന്നുള്ളതാണ് ആ ഒരു കാലാവധി, ടൈം പീരീഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത് 16 എണ്ണമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ബോസ്റ്റൽ സ്കൂൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണമാണ് നമുക്കുള്ളത്. ആദ്യം കണ്ണൂരായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നായിരുന്നു അത് ആദ്യം വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് ഉള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, 1995 കണ്ണൂരിൽ നിന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടതാണ്. ഓക്കെ, ആദ്യമേ അത് കണ്ണൂരിലായിരുന്നു, കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നിട്ടായിരുന്നു. പിന്നീട് അത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി എന്താണ് ബോസ്റ്റൽ സ്കൂൾ എന്നുള്ളതാണ്. അത് നമുക്കറിയാം 18 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഓക്കെ, അല്ലെങ്കിൽ ജൂനിയർ ഹോമിലേക്കാണ് നമ്മൾ പാർപ്പിക്കുക. അപ്പം ഈ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഒരുപോലെ നമ്മൾ പാർപ്പിക്കില്ല. 18നും 21 വയസ്സിനും ഉള്ളവരെ നമ്മൾ ചെറിയ, അതായത് എന്താ പറയുക, ഏജ് കണക്കാക്കിയിട്ട് നമ്മൾ അവരെ സെപ്പറേറ്റ് ആയിട്ടാണ് പാർപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള റിഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സമൂഹത്തിലേക്ക് വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പെഷ്യലി നമ്മൾ അവരെ സെപ്പറേറ്റ് ആയിട്ട് പാർപ്പിക്കുന്നത്. അപ്പോൾ 18നും 21 വയസ്സിനും ഇടയിലുള്ളവരെയാണ് ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുക. അത് ഒരെണ്ണമാണ് കേരളത്തിലുള്ള എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇനി ജില്ലാ ജയിലുകളുടെ എണ്ണം 13 എണ്ണമാണ്. 6 മാസം വരെ തടവ് ശിക്ഷ വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ജില്ലാ ജയിലുകൾ എന്നുള്ളത്. നമ്മുടെ സബ് ജയിൽ നമ്മൾ പഠിച്ചപ്പോൾ 1 മാസമാണ്. ഓക്കെ, സ്പെഷ്യൽ സബ് ജയിലാണെങ്കിൽ അത് 3 മാസം വരെയാണ്. ജില്ലാ ജയിലാണെങ്കിൽ 6 മാസം വരെയാണ്. ഓക്കെ, 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെ കൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ ടൈം പീരീഡ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എത്ര ജില്ലാ ജയിലുകളാണ് നമുക്കുള്ളത്? 13 ജില്ലാ ജയിലുകളാണ്. അപ്പം ഒരെണ്ണം കുറവല്ലേ. അപ്പം എവിടെയാണ് കുറവുള്ളത്? മലപ്പുറത്താണ് നമുക്ക് ജില്ലാ ജയിൽ ഇല്ലാത്ത എന്നുള്ള ഓർത്തിരിക്കുക. മലപ്പുറത്താണ് ജില്ലാ ജയിൽ ഇല്ലാത്തത്. അപ്പോൾ തിരുവനന്തപുരം പൂജപ്പുരയിലുണ്ട്, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി മുട്ടത്താണ്, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലമ്പുഴയിലാണ്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് മാനന്തവാടിയിലാണ്, കാസർഗോഡ് ഹോസ്ദുർഗിലാണ്. ഇങ്ങനെയാണ് 13 ജില്ലാ ജയിലുകളുള്ള. അതിൽ മലപ്പുറത്ത് ജില്ലാ ജയിലില്ല എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം ജില്ലാ ജയിൽ എന്ന് പറയുമ്പോൾ 14 എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. 13 എണ്ണേ ഉള്ളൂ എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി വുമൻ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകൾ. ഓക്കെ, നമുക്ക് വുമൻ ജയിലുകളുണ്ടല്ലേ, അത് എത്ര എണ്ണമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 3 എണ്ണമാണ്. വുമൻ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകൾ 3 എണ്ണമാണ്. ഈ സ്ഥാപനം ശിക്ഷാ കാലാവധി പരിഗണിക്കാതെയുള്ള വനിതകളായ എല്ലാ ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതിനായിട്ടാണ് ഈ സ്ഥാപനങ്ങളുള്ളത്. അത് 3 എണ്ണമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? വുമൻ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തിരുവനന്തപുരം ഉണ്ട്. അതുപോലെ വുമൻ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം വിയ്യൂരുണ്ട്. വുമൻ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം കണ്ണൂരുണ്ട്. ഓക്കെ, അങ്ങനെ 3 എണ്ണമാണ്. കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം എന്നുള്ളതാണ് ആ ഒരു ഏരിയ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെ 3 വനിതാ ജയിലുകളാണ് നമുക്കുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി ഹൈ സെക്യൂരിറ്റി പ്രിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഹൈ സെക്യൂരിറ്റി പ്രിസൺ ആണുള്ളത്. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ 2019 ജൂലൈ 3 വിയ്യൂരിലാണ്, തൃശ്ശൂർ വിയ്യൂരിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
സ്ഥാപിച്ചത് തൃശ്ശൂർ വിയ്യൂരിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത്യാധുനിക സുരക്ഷാ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ജയിലുകളിൽ 600 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിന് 192 സെല്ലുകളുണ്ട്. അതായത് നമുക്കറിയാം ഒരുപാട് മീൻസ് സെക്യൂരിറ്റി വേണ്ട, സെക്യൂരിറ്റി ഇൻ സെൻസ് നമുക്കിപ്പോൾ തടവ് ചാടുന്നവരെ, ഇപ്പം ഗോവിന്ദസ്വാമിയൊക്കെ തടവ് ചാടിയല്ലോ കണ്ണൂർ, അപ്പം നമ്മൾ മാറ്റി പാർപ്പിച്ച അങ്ങോട്ടാണ് ഈ വിയ്യൂർ ഹൈ സെക്യൂരിറ്റി പ്രിസണിലേക്കാണ്. കാരണം അവിടെ കുറച്ചും കൂടി സെക്യൂരിറ്റി കൂടുതലായിരിക്കും. ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് തടവ് ചാടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ വളരെ കുറവായിട്ട് വരും. അപ്പം അങ്ങനെ പ്രത്യേകമായിട്ട് മീൻസ് ട്രീറ്റ്മെൻറ്റ് വേണ്ടവരെയൊക്കെയാണ് നമ്മൾ ഹൈ സെക്യൂരിറ്റി പ്രിസണിലേക്ക് കൊണ്ടുവന്ന്. അത് വിയ്യൂർ കേരളത്തിൽ ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. 2019 അത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി, ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമാണ് ഓപ്പൺ പ്രിസൺ എന്നുള്ളതാണ്. എത്ര എണ്ണം? 3 ഓപ്പൺ പ്രിസൺസ് ആണ് നമുക്കുള്ളത്. തുറന്ന ജയിലുകൾ എത്ര എണ്ണമാണ്? 3 എണ്ണമാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകളില്ലാത്ത ജയിലാണ് ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം. ആത്മനിയന്ത്രണം, സാമൂഹിക ഉത്തരവാദിത്വമുള്ള നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരാണ് ഇത്തരം ജയിലുകളിൽ നമ്മൾ പ്രവേശിക്കുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. സോ ഏതൊക്കെയാണ്? ആദ്യത്തേത് നെട്ടുകാൽത്തേരിയാണ്. തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരിയിലാണ് ആദ്യത്തെ ഓപ്പൺ പ്രിസൺ നമ്മൾ തുറന്നിട്ടുള്ളത്. പിന്നീട് ചീമേനി, കാസർഗോഡിലാണ് അടുത്തതുള്ളത്. അതുപോലെ വുമൻ ഓപ്പൺ പ്രിസൺ ഒരെണ്ണമാണ് നമുക്കുള്ളത്, അത് പൂജപ്പുരയിലാണ് എന്നുള്ള ഓർത്തിരിക്കുക. വുമൻ പ്രിസൺ 3 ഉണ്ട്, പക്ഷേ വുമൻ ഓപ്പൺ പ്രിസൺ ഒന്നേ ഉള്ളൂ എന്നുള്ള ഓർത്തിരിക്കുക. ടോട്ടൽ ഓപ്പൺ പ്രിസൺ, അത് തുറന്ന ജയിലുകൾ 3 അതിലൊന്ന് വുമൻ ഓപ്പൺ പ്രിസൺ ആണ്. അത് പൂജപ്പുരയിലാണ്, തിരുവനന്തപുരം പൂജപ്പുരയിലാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, മറ്റേ 2 നെട്ടുകാൽത്തേരിയാണ് ആദ്യത്തേത് വന്നത്. അത് കഴിഞ്ഞിട്ട് ചീമേനി, കാസർഗോഡാണ് രണ്ടാമത്തെ വന്നത് എന്നുള്ളതും ഓർത്തിരിക്കണം. ഓക്കെ, ഇനി സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം. ഓക്കെ, നമ്മുടെ സെൻട്രൽ ജയിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. 4 എണ്ണമാണ് നമുക്ക് സെൻട്രൽ ജയിലുകളുള്ളത്. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം എന്ന് പറയുമ്പോൾ സെൻട്രൽ ജയിലാണല്ലോ, നമ്മൾ പൊതുവെ എപ്പോഴും പറയുന്നതാണ് സെൻട്രൽ ജയിൽ എന്നൊക്കെ ഉള്ളത്, സിനിമയിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളത്. സോ അത് 4 എണ്ണമാണ് നമുക്ക് കേരളത്തിലുള്ളത് എന്നുള്ള ഓർത്തിരിക്കാം. 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെയാണ് 6 മാസം തടവുകാരും, പിന്നെ സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരും, സിവിൽ ശിക്ഷ വിധിച്ചവരെയും, സുരക്ഷാ കാരണങ്ങളിൽ മറ്റ് ജയിലിൽ നിന്നും പാർപ്പിക്കുന്ന മറ്റ് തടവുകാരെയും. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന. 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരും, സൈനിക വിചാരണ ശിക്ഷിക്കപ്പെട്ടവരും, മറ്റ് ജയിലിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നവരൊക്കെയാണ് സെൻട്രൽ ജയിലിലേക്ക് നമ്മൾ മാറ്റുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. സോ ആ ടൈം പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാസത്തിന് മുകളിൽ 6 months ആൻഡ് എബോവ് ആണ് എന്നുള്ള ഓർത്തിരിക്കുക. അതിന് താഴെയാണെങ്കിൽ ജില്ലാ ജയിലാണ്. ഇനി 3 മാസമാണെങ്കിൽ സ്പെഷ്യൽ സബ് ജയിലാണ്. 1 മാസമാണെങ്കിൽ സബ് ജയിലാണ്. സോ അങ്ങനെയാണ് ആ ടൈം പീരീഡ് വരുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 4 സെൻട്രൽ ജയിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം പൂജപ്പുര, തിരുവനന്തപുരം ഒരെണ്ണം, തിരുവനന്തപുരത്ത് ഓർമ്മയുണ്ട്. പിന്നെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ വിയ്യൂർ, തൃശ്ശൂർ വിയ്യൂർ ഒരു സെൻട്രൽ ജയിലുണ്ട്. പിന്നെ സെൻട്രൽ പ്രിസൺ കറക്ഷൻ ഹോം പള്ളിക്കുന്ന്, കണ്ണൂരാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുമ്പോൾ ആ സ്ഥലം പള്ളിക്കുന്നാണ് എന്നുള്ള ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം തവനൂർ, മലപ്പുറത്താണ്. പുതിയതാണ് മലപ്പുറത്താണ്. തവനൂരിലാണ് ഈ ലേറ്റസ്റ്റ് വന്നത്. 2022 ഇത് വന്നിട്ടുള്ളത്. അപ്പം കേരള സ്റ്റേറ്റിൻ്റെ ഫോർമേഷനൊക്കെ ശേഷം ആദ്യമായിട്ട് നമ്മൾ പണിത സെൻട്രൽ ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് തവനൂർ, മലപ്പുറമാണ്. 2022 അത് വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തം 4 എണ്ണമാണ് നമുക്കുള്ളത്. ഒന്ന് തിരുവനന്തപുരത്ത് പൂജപ്പുര, അതുപോലെ തന്നെ തൃശ്ശൂർ വിയ്യൂർ, അതുപോലെ കണ്ണൂർ പള്ളിക്കുന്ന്, അതുപോലെ തവനൂർ മലപ്പുറത്താണ്. അങ്ങനെ 4 സെൻട്രൽ ജയിലും നമുക്കുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഇത്രയും കണ്ടന്റ് നമ്മൾ ക്ലിയർ കട്ടായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകും. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കേരള സംസ്ഥാന രൂപീകരണത്തോടെ ജയിൽ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1956 ആണ്. നമ്മളൊക്കെ അറിയാം 1956 നമ്മുടെ കേരള ഫോം ചെയ്തത് November 1 സോ അതോടൊപ്പം തന്നെയാണ് നമ്മൾ കേരള ജയിൽ വകുപ്പ് വന്നിട്ടുള്ളത് എന്നുള്ള ഓർത്തിരിക്കുക. അതിന് മുമ്പേ നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ട് മുന്നേ ഒക്കെ ഉണ്ട്, പല മീൻസ് ട്രാവൻകൂറും കൊച്ചിയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഫോം ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഫോർമേഷൻ്റെ ഒക്കെ സമയത്ത് തന്നെയാണ്, അതേ വർഷമാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, 1956 November 1 കേരള സംസ്ഥാനം രൂപീകൃതമായതോടെയാണ് ജയിൽ വകുപ്പ് സ്ഥാപിതമായത് എന്നുള്ള ഓർത്തിരിക്കണം. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലാ ജയിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ സബ് ജയിലാണ്. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് എന്നുള്ള ഓർത്തിരിക്കുക. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ. ഇത് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി 1861 സ്ഥാപിതമായ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ. 1969 ഈ ജയിലിനെ ജില്ലാ ജയിലായിട്ട് ഉയർത്താണ് ചെയ്തത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒക്കെ ഫോർമേഷന് ശേഷം. സംസ്ഥാനത്തെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. 1869 ഓക്കെ, നമ്മുടെ കോഴിക്കോട് സ്പെഷ്യൽ ജയിൽ വന്നത് 1861 കണ്ണൂർ സെൻട്രൽ ജയിൽ വന്നത് 1869 എന്നുള്ള ഓർത്തിരിക്കുക. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ 1873 സെൻട്രൽ ജയിലായിട്ട് ഉയർത്തപ്പെട്ടത്. അതിന് മുമ്പേ അത് പ്രിൻസിപ്പൽ ജയിലായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഓർത്തിരിക്കണം. സോ അങ്ങനെയാണ് നമ്മുടെ ഒരു
ജയിലിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇത് പറയുന്നത്. അപ്പം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. രണ്ടാമത്തെ പഴക്കം ചെന്നത് കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അത് 1869 എന്നുള്ള ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെ പഴക്കം ചെന്ന സെൻട്രൽ ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ് എന്നുള്ളതും ഓർത്തിരിക്കണം. പള്ളിക്കുന്നാണ്, നമ്മൾ നേരത്തെ സ്ഥലം പറഞ്ഞു, പള്ളിക്കുന്നാണ്. ഓക്കെ, അതും ചോദിക്കും. ഓക്കെ, സ്ഥലം കറക്റ്റായിട്ട് ചോദിക്കും, അതും പഠിച്ചിരിക്കണം. ഓക്കെ, തിരുവനന്തപുരം പൂജപ്പുരയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ വിയ്യൂരാണ്. നമ്മുടെ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സെൻട്രൽ ജയിൽ എന്ന് പറയുമ്പോൾ മലപ്പുറം തവനൂരാണ്. സോ ആ സ്ഥലങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി കേരളത്തിലെ രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലും ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞോളൂ, കണ്ണൂർ പള്ളിക്കുന്നാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, 1869 സ്ഥാപിച്ചത്. പിന്നീട് ഒരു ബോയ്സ് സ്കൂളും വനിതാ ബ്ലോക്കും പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ്. ബോയ്സ് സ്കൂൾ പിന്നീട് തൃക്കാക്കരയിലേക്ക് നമ്മൾ മാറ്റി എന്നുള്ള ഓർത്തിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം തൃക്കാക്കരയിലാണ്, എറണാകുളം തൃക്കാക്കരയിലാണ് നമ്മുടെ ബോയ്സ് സ്കൂളുള്ള 18നും 21 വയസ്സിനും ഇടയിലുള്ളവരെ പാർപ്പിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, 2009 ഒരു വിമൻ പ്രസിഡന്റും കൂടി സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ കണ്ണൂർ സെൻട്രൽ പ്രസിഡന്റ് സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുന്നിലാണ്. നമ്മൾ ഒരുപാട് തവണ ഇപ്പോൾ പറഞ്ഞു, ഇനി അത് മറക്കരുത്. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ തുറന്ന ജയിൽ എവിടെയാണ് സ്ഥാപിച്ചത്? നമ്മളിപ്പോൾ പറഞ്ഞു പോയായിരുന്നു, നെട്ടുകാൽത്തിരിയാണ്. തിരുവനന്തപുരം നെട്ടുകാൽത്തിരിയിലാണ് ആദ്യത്തെ തുറന്ന ജയിൽ നമ്മൾ സ്ഥാപിച്ചത്. 1962 തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തിരിയിൽ നമ്മളിത് സ്ഥാപിച്ചത്. രണ്ടാമത്തേത് 2007 കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നമ്മൾ സ്ഥാപിച്ചു. നിലവിൽ കേരളത്തിൽ 3 എണ്ണമാണുള്ളത് അല്ലേ? നമുക്കറിയാം, പൂജപ്പുരയിലും വുമന് വേണ്ടിയിട്ട്, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഓപ്പൺ പ്രിസൺ പൂജപ്പുരയിലാണ്. ബാക്കി 2 മെൻസ് ആണെന്നുള്ള ഓർത്തിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഒരു തുറന്ന ജയിലുകളുടെ ഒരു കോമ്പോസിഷൻ എന്നുള്ളത്. ഓക്കെ, കേരളത്തിലെ ഏക വനിതാ തുറന്ന ജയിൽ എവിടെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു പൂജപ്പുരയിലാണ്. ഓക്കെ, പൂജപ്പുരയിലാണ്. 2012 പൂജപ്പുരയിൽ ആദ്യത്തെ വനിതാ ഓപ്പൺ പ്രിസൺ സ്ഥാപിച്ചത്. ആദ്യത്തെ വനിതാ ജയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ 1990 നെയ്യാറ്റിൻകര, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് എന്നുള്ള ഓർത്തിരിക്കുക. ആദ്യത്തെ വനിതാ ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ 1990 നെയ്യാറ്റിൻകരയിൽ തിരുവനന്തപുരത്താണ് എന്നുള്ള ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് വനിതാ ജയിലുകൾ കണ്ണൂരിലും 2009 തൃശ്ശൂരിലും 2011 അങ്ങനെ 3 വനിതാ ജയിലുകളാണ് നമുക്കുള്ളത് അല്ലേ? ഒന്ന് നെയ്യാറ്റിൻകര, തിരുവനന്തപുരമാണ്, ഒന്ന് പിന്നെ കണ്ണൂരും, ഒന്ന് തൃശ്ശൂരും. അങ്ങനെ 3 എണ്ണമാണ് നമുക്കുള്ളത്. സോ അത് അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിച്ചിരിക്കുക. ഇനി ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സിക്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഓക്കെ, അത് പൂജപ്പുരയിലാണ്. ഓക്കെ, അതായത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻസ് സെൻറ്റർ ഉണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത് എവിടെ സ്ഥിതി ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് പൂജപ്പുരയാണ്. ഓക്കെ, സോ 1957 ഇത് സ്ഥാപിതമായത്. 1988 ഇതിൻ്റെ പേര് മാറ്റിയ മുന്നേ ജയിൽ ട്രെയിനിങ് സ്കൂളായിട്ടാണ് വന്നത്. പിന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇത് ചോദിച്ചിട്ടുണ്ട്. സിക്കയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഈ സിക്കയുടെ ഫുൾ ഫോം. ഓക്കെ, അതാണ് പിന്നെ 1988 അത് അതിൻ്റെ പേരൊക്കെ മാറ്റി. തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ സിക്കയുടെ എക്സ്റ്റൻഷൻ സെൻറ്ററുകളൊക്കെ ഉണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിക്ക എന്താണ് മീൻസ് അതിൻ്റെ ഒരു എയിം എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതിൻ്റെ ഫുൾ ഫോമും പഠിച്ചിരിക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എവിടെയാണ്? വിയ്യൂരാണ് അല്ലേ? തൃശ്ശൂർ വിയ്യൂരിലാണ് നമ്മളിത് പഠിച്ചതാണ്. ഓക്കെ, 2019 വിയ്യൂരിലാണ് ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ നമ്മൾ ആരംഭിച്ചത്. തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ള ഓർത്തിരിക്കണം. ഇനി കേരളത്തിൽ സംസ്ഥാന രൂപീകരണ ശേഷം പണികഴിപ്പിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോയിരുന്നു, തവനൂർ മലപ്പുറത്താണ്. മലപ്പുറം 2022 അത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെന്നുള്ളത്. തവനൂരാണ് മലപ്പുറത്ത്. കേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ രൂപീകരിച്ച സെൻട്രൽ ജയിൽ പണിത് സെൻട്രൽ ജയിൽ എന്ന് പറയുമ്പോൾ തവനൂർ മലപ്പുറം 2022 എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക, ഇനി മറക്കരുത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞുപോയി. കേരളത്തിലെ 4ാമത്തെ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമാണ്, സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമാണ്. ബാക്കി 3 ഏതാ? കണ്ണൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്, അതുപോലെ തന്നെ വിയ്യൂർ, തൃശ്ശൂരുണ്ട്. സോ അങ്ങനെ നമുക്ക് മൊത്തം 4 ഉള്ളതെന്നുള്ള ഓർത്തിരിക്കാം. ഇനി കേരള ജയിൽ വകുപ്പിൻ്റെ തലവൻ ആരാണ്? DGP ജയിലാണ് എന്നുള്ള ഓർത്തിരിക്കണം. DGP ജയിലാണ് കേരള ജയിൽ വകുപ്പിൻ്റെ തലവനായിട്ട് വരുന്നത് എന്നുള്ള ഓർത്തിരിക്കണം. ഓക്കെ, സോ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് ജയിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ജയിലിൻ്റെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ അത് പൂജപ്പുരയാണ്, തിരുവനന്തപുരമാണ് എന്നുള്ളത് മറക്കരുത്. ഇപ്പോഴത്തെ നമ്മുടെ ജയിൽ മേധാവി ആരാന്ന് ചോദിച്ചാൽ ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ്. ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് എന്നുള്ള ഓർത്തിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്, ഇദ്ദേഹമാണ് എന്നുള്ള ഓർത്തിരിക്കണം. ഇനി അടുത്ത് ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് AP ഉദയഭാനു കമ്മീഷൻ നിലവിൽ വന്ന കാലയളവ് ഏതാണെന്നാണ് ചോദ്യം. 1991-93 എന്നുള്ള ഓർത്തിരിക്കുക. AP ഉദയഭാനു കമ്മീഷനാണ് ജയിൽ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിൽ 2 കമ്മീഷൻസ് ഉണ്ട് ഈ ഒരു ഫോർമേഷനൊക്കെ ശേഷം. അപ്പോൾ അതിൽ ഒന്നാമത്തെ AP ഉദയഭാനു കമ്മീഷനാണ്. അത് വന്നിട്ടുള്ളത് 1991 to 1993 കാലയളവിലാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 2017 രണ്ടാമത്തെ ജയിൽ പരിഷ്കരണ കമ്മീഷൻ വന്നത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS ആയിരുന്നു. അദ്ദേഹം ജയിൽ DGP ആയിട്ട് ഇരുന്ന ആളാണ്. അപ്പം ചെയർമാനായിട്ട് വന്നത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS ആണ് എന്നുള്ള ഓർത്തിരിക്കുക. ഇനി കേരള പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെൻറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം 2010 ആണ്. ഓക്കെ, കേരള സംസ്ഥാന
കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെൻറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം 2010 എന്നുള്ള ഓർത്തിരിക്കണം. ഓക്കെ, ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2014 നമുക്ക് റൂൾസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബേസിസിൽ റൂൾസ്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പിന്നീട് ഈ ജയിലിൻ്റെയൊക്കെ ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചതും അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മുടെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, 1894 ഇന്ത്യൻ പ്രിസൺ ആക്ട് ഉണ്ട്, അതിനൊക്കെ പകരമായിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, കേരള പ്രിസൺസ് റൂൾ ആദ്യമായി നിലവിൽ വന്നത് 1958 പക്ഷേ പിന്നീട് നമുക്ക് 2010 നിയമം വന്നു. 2014 അതിൻ്റെ റൂൾസ് നമ്മൾ ഫോം ചെയ്തത്. സോ അങ്ങനെ ആ 2 വർഷം പഠിച്ചിരിക്കുക. ഇനി തടവുകാർക്ക് നിയമസഹായത്തിനുള്ള അവകാശം ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം മൗലിക അവകാശമാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 21 ആർട്ടിക്കിൾ 21 അല്ലേ, ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ആർട്ടിക്കിളാണ്. സോ അത് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ബേസിസിലാണ് തടവുകാർക്ക് നിയമസഹായത്തിനുള്ള അവകാശമൊക്കെ കിട്ടുന്നതെന്നൊക്കെ ഓർത്തിരിക്കുക. സുനിൽ ബേത്ര കേസൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, സോ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായാണ് തടവുകാരുടെ മൗലിക അവകാശങ്ങൾ പരിഗണിക്കപ്പെടുന്നത്, അതിൻ്റെ ബേസിസിലാണ് എന്നുള്ള ഓർത്തിരിക്കുക. സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസൊക്കെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടാണ് എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, ഇനി തിരുവിതാംകൂറിലെ ജയിലുകളുടെ ആദ്യ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ദിവാൻ ആരായിരുന്നെന്ന് ചോദിച്ചാൽ ടി മാധവറാവു ആണ്. ഓക്കെ, നമ്മൾ ഈ PDF ഒക്കെ ടെലിഗ്രാം ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ PSC മെൻറ്റർ അതുപോലെ തന്നെ KS മെൻറ്റർ ടെലിഗ്രാം ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള ഓർത്തിരിക്കുക. അപ്പോൾ തിരുവിതാംകൂറിലെ ജയിലുകളുടെ ആദ്യ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ടി മാധവറാവു ആണ്. 1862-63 കാലത്താണ് ആദ്യത്തെ ജയിൽ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. തിരുവനന്തപുരത്ത് ഒരു പ്രിൻസിപ്പൽ ജയിൽ ഉണ്ടായിരുന്നതായി ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, സോ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഭരണ റിപ്പോർട്ടിൽ പറയുന്നത്. സോ അത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ, ഏത് ദിവാൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ടി മാധവറാവുവിൻ്റെ സമയത്താണ് എന്നുള്ള ഓർത്തിക്കുക. ആരാണ് ഈ സമയത്ത് രാജാവായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ട്രാവൻകൂർ കിങ് ആയിട്ട് ഉണ്ടായിരുന്ന ആയില്യം തിരുനാളാണ് അല്ലേ. സോ അതും ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. നിരാരംഭരായ തടവുകാർക്ക് ജയിലിൽ നിന്നും വിടുതൽ ചെയ്യുമ്പോൾ പണം നൽകാൻ ഉത്തരവിട്ടത് ആരാണ്, ഏത് കിങ് ആണ് എന്നുള്ളതാണ്. ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. ശ്രീമൂലം തിരുനാളാണ് 1885 മുതൽ 1924 വരെ നമ്മുടെ ട്രാവൻകൂർ ഭരിച്ച രാജാവായിരുന്നു. അദ്ദേഹമാണ് ഈ ജയിൽ തടവുള്ളികൾക്ക് അത് വിടുമ്പോൾ, മീൻസ് ജയിലിൽ നിന്ന് പോകുമ്പോൾ പണം കൊടുക്കുന്നത്, അതായത് അവരുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊവിഷനൊക്കെ കൊണ്ടുവന്ന ശ്രീമൂലം തിരുനാളിൻ്റെ സമയത്താണ് എന്നുള്ള ഓർത്തിരിക്കുക. 1890 ഈ ചരിത്ര പ്രസിദ്ധമായ ഉത്തരവ് ശ്രീമൂലം തിരുനാൾ പുറപ്പെടുവിച്ച് എന്നുള്ള ഓർത്തിരിക്കണം. 1904 സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് സ്ഥാപിച്ചു. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഈ ഒരു മീൻസ് കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ പ്രൊവിഷൻ ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളിൻ്റെ സമയത്താണ് വന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ജയിൽ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി ആസ്ഥാന കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഏതാണെന്നാണ്. സ്റ്റേറ്റ് പ്രിസൺ കൺട്രോൾ റൂമാണ്. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് ജയിലുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ചുമതല വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് പ്രിസൺ കൺട്രോൾ റൂം എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഇനി ആദ്യത്തെ ജയിൽ IG ആയി നിയമിതനായ സീനിയർ ജയിൽ സൂപ്പർവൈസർ ആരാണെന്നാണ്. ഓക്കെ, ശ്രീ AV ജോൺ ആണ് കേട്ടോ. നമ്മുടെ ഈ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴത്തെ ഹെഡ് ജയിൽ DGP ആണ് നമ്മൾ പറഞ്ഞു. മുന്നേ അത് ഓക്കെ, തുടക്കകാലത്ത് ജയിൽ IG ആയിരുന്നു എന്നുള്ള ഓർത്തിരിക്കുക. സോ അത് ആദ്യമായിട്ട് വന്നത് AV ജോൺ ആണ്. സോ ശ്രീ AV ജോൺ തിരുവനന്തപുരം ജില്ലാ ജയിലിൻ്റെ സൂപ്രണ്ടായിരുന്നു. ഓക്കെ, സീനിയർ മോസ്റ്റ് ആയിരുന്നു. സോ അദ്ദേഹത്തെയാണ് നമ്മൾ അതിൻ്റെ തലവനായിട്ട് അന്നേരം നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തത്. ഓക്കെ, 1953 ഇദ്ദേഹം ജയിൽ IG ആയിട്ട് ചുമതലയേറ്റത്. ഏറ്റവും സീനിയറായ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്നു. അതുവരെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനായിരുന്നു IG ചുമതല. സോ അങ്ങനെയാണ് ഇദ്ദേഹത്തെ AV ജോണിനെ നമ്മൾ ജയിൽ വകുപ്പിൻ്റെ ഹെഡായിട്ട് നമ്മൾ IG ആയിട്ട് നമ്മൾ നിയോഗിച്ചതെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി കൊച്ചിയിൽ ജയിൽ ഭരണത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന സൂപ്രണ്ടായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായെന്ന് ചോദിച്ചാൽ റോബിൻസൺ ആണ് കേട്ടോ. റോബിൻസൺ ആണ്, അത് പഠിച്ചിരിക്കണം. ഓക്കെ, 1892 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ റോബിൻസനെ സൂപ്രണ്ടായി നിയമിച്ചത്. കൊച്ചിയിലെ ജയിൽ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇദ്ദേഹത്തെ നിയോഗിച്ചു. 1890 എറണാകുളത്ത് ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിതമായിരുന്നു. പിന്നീട് വിയ്യൂരിലേക്ക് ഒക്കെ മാറ്റിയത് എന്നുള്ള ഓർത്തിരിക്കണം. ഓക്കെ, തടവുകാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ, ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന വെൽഫെയറിനായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ചീഫ് വെൽഫെയർ ഓഫീസർ ആണ് എന്നുള്ള ഓർത്തിരിക്കണം. ഓക്കെ, ചീഫ് വെൽഫെയർ ഓഫീസറാണ്. അതായത് മാനസിക പരിവർത്തനത്തിനും ക്ഷേമത്തിനുമായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. തിരുത്തൽ സേവനങ്ങൾ, അതായത് കറക്ഷണൽ സർവീസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിപരവും കുടുംബപരമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനൊക്കെ ഇദ്ദേഹം തടവുകാരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു. സോ അങ്ങനെ ഒരു വെൽഫെയർ ഓഫീസറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ആരാണെന്ന് ചോദിച്ചാൽ ചീഫ് വെൽഫെയർ ഓഫീസറാണ് എന്നുള്ള ഓർത്തിരിക്കണം. ഓക്കെ, കേരളത്തിലെ ജയിൽ വകുപ്പിന് കീഴിൽ മേഖലകളിൽ എത്ര സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്? 3 നമ്മൾ തുടക്കത്തിൽ അത് പറഞ്ഞായിരുന്നു. 3 സോണുകളായിട്ടാണ് നമ്മൾ ജയിൽ വകുപ്പിനെ നമ്മൾ തിരിച്ചിട്ടുള്ളത് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, സൗത്ത്, സെൻട്രൽ ആൻഡ് നോർത്ത്, ഇങ്ങനെ 3 സോണാണ്. ഓരോ സോണും പ്രവർത്തിക്കുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിൻ്റെ കീഴിലായിരിക്കും. ഓക്കെ, 1981 മേഖലാ സംവിധാനമൊക്കെ നിലവിൽ വന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറില്ല. പക്ഷേ ഒരു ആരാണ് ഹെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, ഇനി കാപ്പ നിയമപ്രകാരമുള്ള കുറ്റവാളികളെ പ്രധാനമായും പാർപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയായിരിക്കും? സെൻട്രൽ ജയിലാണ് അല്ലേ.
കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്റ്റാണ് കാപ്പ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരം കുറ്റവാളികളെ കരുതൽ തടവ് ആക്കുന്നതിനായിട്ടാണ് സെൻട്രൽ ജയിലുകൾ ഉപയോഗിക്കുന്നത്. സെൻട്രൽ ജയിലുകൾ ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ലഭ്യമായതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പാർപ്പിക്കുന്നത്. ഓക്കെ, കാപ്പ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓക്കെ, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ്. അപ്പം ഈ നമ്മൾ ഈ ഹാബിച്വലായിട്ടുള്ള വലിയ ക്രൈമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇതിൻ്റെ പേരിൽ കരുതൽ തടങ്കലിലൊക്കെ വെക്കാറുണ്ട്. സോ അതൊക്കെ ചെയ്യുന്ന സെൻട്രൽ ജയിലിലേക്കാണ്, ബിക്കോസ് അവിടെ സെക്യൂരിറ്റി കൂടുതലായതുകൊണ്ട്. ഓക്കെ, ഇനി തിരുവിതാംകൂറിലെ ജയിലുകളിൽ വ്യാവസായിക സംരംഭങ്ങൾക്ക് തുടക്കമിട്ട ദിവാൻ ആരായെന്നാണ് ചോദ്യം. ഓക്കെ, ദിവാൻ ആരായിരുന്നു? ടി രാമറാവു ആണ്. നമ്മുടെ വ്യവസായങ്ങൾക്കൊക്കെ ഇത് ചുക്കാൻ പിടിച്ച ജയിലുകളിലായിട്ട് നമുക്കറിയാം. ഇപ്പം ജയിൽ വകുപ്പിൽ നിന്ന് ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇപ്പം ചപ്പാത്തി അങ്ങനത്തെ ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. സോ ഇതിനൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നോക്കിയാൽ ആദ്യമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് ടി രാമറാവു ആണ്. അദ്ദേഹത്തിൻ്റെ സമയത്താണ്. സോ അത് ആദ്യം ആരംഭിച്ചത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. 1886 കേട്ടോ. 1886 പൂജപ്പുര സെൻട്രൽ ജയിലാണ് ഇത് ആരംഭിച്ചത്. ഇത് ശ്രീമൂലം തിരുനാളിനൊക്കെ സമയത്താണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ എവിടെയാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയാണ് അല്ലേ. 1990 സെപ്റ്റംബർ 12 നെയ്യാറ്റിൻകരയിലാണ് ആദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ 3 നമ്മൾ പഠിച്ചായിരുന്നു. നെയ്യാറ്റിൻകര, കണ്ണൂർ, വിയ്യൂർ, അങ്ങനെ 3 വനിതാ ജയിലാണ് നമുക്കുള്ളത്. 3 വനിതാ ജയിലാണ്. 3 തുറന്ന ജയിലും നമുക്കുണ്ട്. അതിൽ ഒരു വനിതാ ജയിലാണ് നമുക്ക് തുറന്ന വനിതാ ജയിലായിട്ടുള്ളത്. ഓക്കെ, അതെവിടെയാണ്? അതും പൂജപ്പുരയാണത് എന്നുള്ള ഓർത്തിരിക്കുക. ബാക്കി 2 ചീമേനയും അതുപോലെ നെറ്റുകാൽത്തിരിയാണ്. സോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. സോ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ഒക്കെ ചെയ്ത് പഠിച്ചാൽ, കണക്റ്റൊക്കെ ചെയ്ത് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇനി 2017 ജയിൽ പരിഷ്കരണങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മൾ പഠിച്ചായിരുന്നു. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS ആണ്. അദ്ദേഹം ജയിൽ DGP ആയിട്ട് വിരമിച്ച ആളാണ്. സോ അദ്ദേഹമാണ് ഈ 2017 ജയിൽ പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്ന രണ്ടാമത്തെ. ആദ്യത്തേത് AP ഉദയഭാനുവാണ് എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അതീവ സുരക്ഷാ ജയിലുകളിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ വീണ്ടും PYQസിലേക്ക് വരികയാണ്. അപ്പം ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ, സിവിൽ തടവുകാർ, അതായത് നമ്മൾ ഈ മോണിറ്ററി ഒഫൻസും കാര്യങ്ങളൊക്കെ വെച്ച് പൈസ സംബന്ധമായ ഒഫൻസും കാര്യങ്ങളൊക്കെ വെച്ച് വരെ ഒന്നും അത് സീരിയസ് ക്രൈമായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അത് സിവിൽ ഒഫൻസ് ആണ് അല്ലേ. അപ്പോൾ അത്തരം തടവുകാരെ ഒരിക്കലും സെൻട്രൽ ജയിലിൽ, അതിസുരക്ഷാ ജയിലിലൊന്നും നമ്മൾ പാർപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഈ ആദ്യത്തെ 3 അപ്പം നമുക്ക് ആ ഒരു ടേം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ 1, 2, 3 ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ, ഭീകരവാദികൾ, തീവ്രവാദികൾ, കഠിനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത അപകടകാരികളായ തടവുകാർ, 6 മാസത്തിന് മുകളിൽ ശിക്ഷാ നടപടികളൊക്കെ കിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ സെൻട്രൽ ജയിലിലേക്ക് നമ്മൾ മാറ്റുന്നത് അല്ലേ. കടബാധ്യത പോലെ, അത് ഞാൻ പറഞ്ഞു, മോണിറ്ററി ഒഫൻസ് ഒക്കെ ചെയ്തവരൊന്നും സിവിൽ ഒഫൻസ് ഒന്നും ചെയ്തവരൊന്നും നമ്മൾ ഇതിനകത്ത് പെടുത്തില്ല എന്നുള്ള ഓർത്തിരിക്കാം. ഇനി കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ്. നമുക്കൊരു കമ്മിറ്റിയുടെ ഒക്കെ ശുപാർശ പ്രകാരം പരോൾ നൽകുന്നുണ്ട്. ഏതാണ് ഇതിനകത്ത് ശരിയല്ലാത്ത കാര്യം എന്നുള്ളതാണ്. വ്യവസ്ഥകൾക്ക് വിധേയമായ ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം, ശരിയാണ്. ഏതൊരു തടവുകാരന് പരോൾ ലഭിക്കും, ശരിയാണോ? ഇത് തെറ്റാണ് അല്ലേ. നമുക്കറിയാം ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്തവരും അതുപോലെ ഹാബിച്വലായിട്ട് ഒരുപാട് ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും നമ്മൾ ഒരു കാരണവശാലും പരോള് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല. ബിക്കോസ് ഒരു പബ്ലിക് ഓർഡറും സെക്യൂരിറ്റി ഒക്കെ കണക്കിലെടുത്ത് നമ്മൾ പരോള് കൊടുക്കാറില്ല. അപ്പം ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ ഇവിടെ B ആണ് ഉത്തരം വരുന്നത്. ഇത് ലോജിക്കലാണ് അല്ലേ, നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ബന്ധുവിൻ്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം, ശരിയാണ്. മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതി ഉണ്ടെങ്കിൽ പരോൾ നൽകാം, ഇതും ശരിയാണ്. അപ്പോൾ B ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഇനി തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്ത് സാഹചര്യങ്ങളായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? നമുക്കറിയാം വെൽഫെയർ ഓഫീസർ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ. സോ അതാരാണ്? വെൽഫെയർ ഓഫീസറാണ് അല്ലേ. സോ ഉത്തരം നമ്മൾ നേരത്തെ പഠിച്ചു പോയായിരുന്നു, വെൽഫെയർ ഓഫീസറാണ് അതിന് നിയോഗിക്കപ്പെട്ട ഓഫീസർ എന്നുള്ള ഓർത്തിരിക്കാം. ഇനി 2014 കേരള പ്രിസൺ സാമൂഹിക പുനരധികരണ സന്മാർഗിക സേവനങ്ങളും ചട്ടങ്ങളും പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആരാണെന്നാണ് ചോദ്യം. അതായത് പ്രീ മെച്യൂറായിട്ട് നമ്മൾ റിലീസ് ചെയ്യാറുണ്ട് അല്ലേ, നല്ല നടപ്പിൻ്റെ ഒക്കെ പേരിൽ. സോ അതിനൊരു കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത ആരാണെന്നാണ് ചോദ്യം. സോ അതിൽ പോലീസ് DGP എന്തായാലും വരില്ല, ബിക്കോസ് നമുക്ക് ജയിൽ DGP ഓൾറെഡി അവിടെ ഉണ്ട്. സോ അതിൻ്റെ ബേസിൽ നമുക്ക് പോലീസ് DGP അവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് ജയിലിൻ്റെ വകുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ജയിൽ DGPയും അതിന് താഴെ ഒരുപാട് ഓഫീസേഴ്സ് നമുക്കുണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ. സോ അവരായിരിക്കും അത് ഒക്കെ ഹെഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ പോലീസ് DGPക്ക് അതിൽ റോൾ ഇല്ല എന്നുള്ള ഓർത്തിരിക്കാം. ജില്ലാ പ്രൊബേഷൻ ഓഫീസർ അതിനകത്ത് മെമ്പറാണ്. ജില്ലാ ജഡ്ജി മെമ്പറാണ്, സെഷൻസ് ജഡ്ജ് അതിൽ മെമ്പറാണ് അല്ലേ. ഇനി ആ ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ്. ഓക്കെ, റൂൾ 463 പ്രകാരമാണ് ആ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. സോ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ,
ദ അഡ്വൈസറി കമ്മിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് മെമ്പേഴ്സ്. ഹെഡ് ഓഫ് പ്രിസൺ ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാനാണ്, അതായത് നമുക്കറിയാം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ജയിൽ DGP ആണ്. സോ അദ്ദേഹമായിരിക്കും ഇതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. കളക്ടർ ഓഫ് ദി ഡിസ്ട്രിക്ട്, ഏത് ഡിസ്ട്രിക്റ്റ് ആണോ ആ ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടർ ഇതിനകത്തൊരു മെമ്പർ ആയിരിക്കും. ഡിസ്ട്രിക്ട് ആൻഡ് സെഷണൽ ജഡ്ജ്, അതായത് നമുക്കറിയാം ജില്ലാ ജഡ്ജ്, ഓക്കെ, ജില്ലാ ജഡ്ജ് അല്ലെങ്കിൽ ക്രിമിനൽ ജഡ്ജ് ഇതിൻ്റെ മെമ്പർ ആയിരിക്കും. കമ്മീഷണർ ഓഫ് പോലീസ്, അതായത് ആ ജില്ലയുടെ കമ്മീഷണർ ആണോ, ആ ഒരു സ്ഥലത്തിൻ്റെ കമ്മീഷണർ ആണോ, സോ അദ്ദേഹം അതിനകത്ത് മെമ്പർ ആയിരിക്കും. പിന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ മെമ്പറാണ്. 3 നോൺ ഒഫീഷ്യൽ മെമ്പർ അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് എന്നുള്ളതാണ്. അവർ 3 പേരും അവർ മെമ്പേഴ്സ് ആയിരിക്കും, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർ. സോ അങ്ങനെ ഇത്രയും പേരാണ് ഈ കമ്മിറ്റിയിലുള്ളത്. സോ ജയിൽ DGP ആയിരിക്കും ഇതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. കളക്ടർ ഉണ്ടാവും, അതുപോലെ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സെഷൻ ജഡ്ജ് ഉണ്ടാവും, കമ്മീഷണർ ഓഫ് പോലീസ് ഉണ്ടാവും, ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസർ അതിനകത്ത് ഉണ്ടാവും, പിന്നെ ബാക്കി ഒരു 3 പേരും ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നവരുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചിരുന്നാൽ ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്, 2-3 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് അതിനകത്ത് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായിട്ടുള്ള തടവുകാർക്ക് കൂടുതലാണ്. ശരിയാണ്, തുറന്ന ജയിലുകളിൽ വേതനം കുറച്ച് കൂടുതലാണ്. ബിക്കോസ് അത്യാവശ്യം നല്ല നടപ്പൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ അങ്ങോട്ട് വരുന്നത്. അപ്പം അവർക്ക് കുറച്ച് കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. തടവുകാർ ആർജിക്കുന്ന വേതനം മുഴുവനായും കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ കഴിയും. ഇത് ശരിയാണ്. നമ്മളിപ്പം റീസെൻ്റ്ലി ഈ തടവുകാരുടെ വേതനമൊക്കെ കൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷനൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് പേര് അതിനൊരു ക്ലാരിറ്റി ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ഈ ഒരു എമൗണ്ട് മൊത്തം ഒരിക്കലും അവർക്ക് വീട്ടിലേക്കൊന്നും അയക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് അവരുടെ ദൈനംദിന ചിലവുകൾക്കായിട്ടുള്ള എമൗണ്ടും കൂടി അതിനകത്ത് അവർ എടുക്കും. സോ ആ ഒരു എമൗണ്ടൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുക. സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അന്തേവാസികളായ തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇത് ശരിയാണ്. സോ ഉത്തരം വരുന്നത് 1 and 3 മാത്രം ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം തുറന്ന ജയിലുകൾ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നല്ല നടപ്പിനുള്ള ആൾക്കാരെയാണ് നമ്മൾ അങ്ങോട്ടൊക്കെ മാറ്റുന്നത്. സോ അവർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ അവധിയുടെ കേസിലൊക്കെ ആയാലും പരോളിൻ്റെ കേസിലൊക്കെ ആയാലും നമ്മൾ കൊടുക്കുന്നതാണ്. അതുപോലെ വേതനത്തിൻ്റെ കേസിലും കൊടുക്കുന്നതാണ്. പക്ഷേ ഈ മുഴുവൻ വേതനം അവർക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അവരുടെ ഡെയിലി നീഡ്സിനുള്ള എമൗണ്ടൊക്കെ അതിൽ നിന്ന് ഡിഡക്റ്റ് ആയി കൊണ്ടേയിരിക്കും. സോ അതിനുശേഷമുള്ള ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും പിന്നീട് അവരെടുക്കുക. കേരള സംസ്ഥാന രൂപം കണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ഇത് ചോദിച്ച് നമ്മളിപ്പം ഒരുപാട് തവണ പഠിച്ചു. തവനൂർ 2022 ആണ്, മലപ്പുറമാണ് എന്നുള്ള ഓർത്തിക്കുക. സോ അതിനി മറക്കരുത്. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്ന ആളുകളെ പാർപ്പിക്കുന്ന ജയിൽ ഏതാ? സെൻട്രൽ ജയിലാണ്. നമ്മളിപ്പോൾ പഠിച്ചതാണ്, സെൻട്രൽ ജയിലാണ്. ഓക്കെ, സോ അത് എന്താണ് റീസൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയായിരുന്നു. ഇനി ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ല സിക്കയാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സിക്കയാണ് അതിൻ്റെ ഒരു സ്ഥാപനമായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണെന്നാണ് ചോദ്യം. 6 വയസ്സാണ് എന്നുള്ള ഓർത്ത്. ഈ വയസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 6 വയസ്സാണ്. അതായത് അമ്മമാരൊക്കെ തടവിലായാൽ കുട്ടികളുണ്ടെങ്കിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒപ്പം നിർത്താനുള്ള പെർമിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലാണ് അല്ലേ. ജീവപര്യന്തം അതായത് 6 മാസത്തിന് മുകളിലുള്ളവരെയാണ് സെൻട്രൽ ജയിലിലേക്ക് നമ്മൾ മാറ്റുന്നത് അല്ലേ. അതിന് താഴെയുള്ളവരെ നമ്മളിവിടെ ജില്ലാ ജയിലാണ്. അതിന് 3 മാസമൊക്കെ ഉള്ളതാണെങ്കിൽ സ്പെഷ്യൽ സബ് ജയിലാണ്. 1 മാസമാണെങ്കിൽ സബ് ജയിലാണ്. സോ അങ്ങനെയാണ് ആ ജയിലിൻ്റെ ടൈം പീരീഡ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, സോ അത് സെൻട്രൽ ജയിലാണ് എന്നുള്ള ഓർത്തിരിക്കാം. നെറ്റുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏതാണ്? 1962 നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു പോയി. തിരുവനന്തപുരത്താണ് അല്ലേ. തിരുവനന്തപുരത്താണ് ആദ്യത്തെ തുറന്ന ജയിൽ നമ്മൾ സ്ഥാപിച്ചത്. അത് 1962 നെറ്റുകാൽത്തേരിയിലാണ്. 2007 ചീമേനിയിലാണ് നമ്മൾ രണ്ടാമത്തെ തുറന്ന ജയിൽ നമ്മൾ സ്ഥാപിച്ചത്. ചീമേനിയിലാണ്, കാസർഗോഡ് നമ്മൾ രണ്ടാമത്തെ തുറന്ന ജയിൽ നമ്മൾ സ്ഥാപിച്ചത്. പിന്നെ മൂന്നാമത്തേത് പൂജപ്പുരയിലാണ് എന്നുള്ളത്. അത് വനിത തുറന്ന ജയിലാണ്. ആകെ ഒരു വനിത തുറന്ന ജയിലാണ്. മൊത്തം ടോട്ടൽ 3 എണ്ണം. അതിലൊരെണ്ണം വനിത തുറന്ന ജയിലാണ് എന്നുള്ളത്. അത് പൂജപ്പുരയിലാണ്. ഓക്കെ, കേരള സംസ്ഥാനത്തെ ഏക വനിത തുറന്ന ജയിൽ നമ്മളിപ്പോൾ പറഞ്ഞു. ഇത് തിരുവനന്തപുരം പൂജപ്പുരയാണ്. ഓക്കെ, ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്ന എത്ര പ്രായപരിധിയിലുള്ള തടവുകാരാണ്? നമ്മുടെ വെബ്സൈറ്റിലുള്ള ഡേറ്റ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണ്? 18 to 21 വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ബോസ്റ്റൽ സ്കൂൾ നമ്മൾ പാർപ്പിക്കുന്നത്. എറണാകുളം തൃക്കാക്കരയിലാണ് ഇപ്പം നമ്മളത് ഉള്ളത്. നമ്മുടെ ബോസ്റ്റൽ സ്കൂൾ ഉള്ളത് എറണാകുളം തൃക്കാക്കരയിലാണ്. മുന്നേ അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുമ്പാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശ സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മളിപ്പോൾ പഠിച്ചാണ്, ആ റൂളൊക്കെ പഠിച്ചാണ്, 463 റൂളൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. ഓക്കെ, സോ സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്, ശരിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്, ഇതും ശരിയാണ്. സമിതിയുടെ കാലാവധി 5 വർഷമായിരിക്കും, ഇല്ല, ഇത് തെറ്റാണ് കേട്ടോ. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും എന്നുള്ളതാണ്. ഈ ബിക്കോസ് ഈ അൺഒഫീഷ്യൽ മെമ്പേഴ്സിനൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ഒരു ടോട്ടൽ കമ്മിറ്റിയുടെ ഒരു കാലാവധി അങ്ങനെ പറയുന്നില്ല. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആണ് എന്നുള്ളത് കറക്റ്റാണ്, ഇതും ശരിയാണ്. ബട്ട് ഇവരുടെ ടേംസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടേം അവിടെ ഡിഫൈൻഡ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. 5 വർഷം എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, ഈ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. സോ ഇത് ഒന്നും കൂടി നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ്, തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പൂജപ്പുരയാണ്. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലാ ജയിലാണ്, അത് ജില്ലയിലാണ്, ശരിയാണ്. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. 3 തുറന്ന ജയിലുകളാണ് നമുക്ക് ആകെ ഉള്ളത് എന്നുള്ളതും ശരിയാണ്, നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു. ജില്ലാ ജയിലുകളുടെ എണ്ണം 14 ശരിയാണോ? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചായിരുന്നു. 14 എണ്ണമില്ല, 14 ജില്ലയുണ്ടെന്ന് വെച്ചാൽ 14 ജില്ലാ ജയിലില്ല, 13 എണ്ണേ ഉള്ളൂ. മലപ്പുറത്ത് നമുക്ക് ജില്ലാ ജയിലില്ല എന്നുള്ള ഓർത്തിരിക്കാം. മലപ്പുറത്ത് സെൻട്രൽ ജയിലാണ്, അതാണ് പുതിയത് നമ്മൾ വന്നിട്ടുള്ള തവനൂരിലുള്ള പുതിയ സെൻട്രൽ ജയിൽ. 4ാമത്തെ സെൻട്രൽ ജയിലുള്ളത് മലപ്പുറത്താണ്. നമുക്കവിടെ ജില്ലാ ജയിലില്ല എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം പൂജപ്പുരയാണ്. ഓക്കെ, നിലവിൽ 3 തുറന്ന ജയിലാണ്, നമ്മളിതെല്ലാം പഠിച്ചായിരുന്നു, ഒരുപാട് തവണ പറഞ്ഞുപോയി. കേരളത്തിൽ ആകെ 13 ജില്ലാ ജയിലുകൾ മാത്രമേ ഉള്ളൂ, മലപ്പുറത്തില്ല എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്, 1861 സ്ഥാപിച്ച. കണ്ണൂർ സെൻട്രൽ ജയിലാണ് 2ാമത്തെ പഴയ ജയിൽ, അല്ലെങ്കിൽ 2ാമത്തെ ഫസ്റ്റ് സെൻട്രൽ ജയിൽ. ഏറ്റവും പഴയ സെൻട്രൽ ജയിൽ ഏതാണെന്ന് ചോദിച്ചാലും അത് കണ്ണൂരാണ് എന്നുള്ളടത്തേക്ക് 1869 അത് വന്നിട്ടുള്ളത്. ഓക്കെ, നിലവിലെ ഇത് നമ്മുടെ ഈ ഒരു ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് 5 ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഇത്രയും പഠിച്ചു അല്ലേ, ഈ പഠിച്ചതിൽ നിന്ന് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഔട്ട് ഓഫ് ദി ബോക്സ് എന്തായാലും ഒരു ക്വസ്റ്റനൊക്കെ വരും, പക്ഷേ ബാക്കിയുള്ളതെല്ലാം നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ നിലവിലെ ജയിൽ വകുപ്പ് മേധാവി നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ആരാ? ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് അല്ലേ, നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? എത്രയാണ്? 6 മാസമാണ് അല്ലേ, 6 മാസമാണ് എന്നുള്ള ഓർത്തിരിക്കണം. ഓക്കെ, സോ അതിന് മുകളിലേക്കുള്ളവരാണ് പിന്നീട് നമ്മൾ സെൻട്രൽ ജയിലിലേക്ക് പോകുന്നത്. ജില്ലാ ജയിലിൽ 6 മാസം വരെ ഉള്ളവരെയാണ് നമ്മൾ പാർപ്പിക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ ഇപ്പോൾ പറഞ്ഞുപോയി. ഇനി കേരളത്തിൽ നിലവിൽ പരോൾ നടപടികൾക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്? നമ്മൾ ഒരുപാട് തവണ ഇപ്പോൾ പറഞ്ഞു, 3 എണ്ണമാണ് അല്ലേ. 3 തുറന്ന ജയിലുകളാണ്. ഏതൊക്കെയാണ്? നെട്ടുകാൽത്തിരി, ചീമേനി, പൂജപ്പുര. ഓക്കെ, സോ അതിന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരുപാട് തവണ ഇത് ചോദിച്ചതാണ്, ഈ റീസെൻറ്റ് എക്സാമിന് ചോദിച്ചാണ്. സോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഇനി കേരള സംസ്ഥാന രൂപീകരണമായതിനു ശേഷം ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞുപോയി. ഏതാണ്? മലപ്പുറത്ത് തവനൂരാണ് അല്ലേ, തവനൂരാണ്. ഇനി അത് തെറ്റാൻ പാടില്ല, ഇനിയും ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം, ഇതൊക്കെയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ ചോദിക്കാം. ഇത് നമ്മളങ്ങനെ സ്റ്റാറ്റിക് പോർഷനിലൊന്നും അങ്ങനെ പഠിക്കുന്ന ഒരു കേസല്ല. എന്നാൽ പോലും നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട് റിപ്പർ ചന്ദ്രനെ കുറിച്ചൊക്കെ. അത് അയാളെയാണ് നമ്മൾ അവസാനമായിട്ട് തൂക്കിക്കൊന്ന അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കിയ ആൾ. അത് 1991 എന്നുള്ള ഓർത്തിരിക്കുക. 1991 കേരളത്തിൽ അവസാനത്തെ വധശിക്ഷ നമ്മൾ നടപ്പിലാക്കിയത്. ഓക്കെ, സോ അതൊന്നും ജസ്റ്റ് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. ബാക്കി എല്ലാ ഫാക്ട്സും നമ്മളിപ്പോൾ പറഞ്ഞത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ചോദ്യം ഷോർട്ടായിട്ട് വന്നിരിക്കും, ഷുവറാണ്. സോ അത് പഠിച്ചിരിക്കുക. ചെറിയൊരു സമയമുള്ളൂ, ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് റിവിഷനൊക്കെ ചെയ്യാനുള്ള ഏരിയയും കൂടിയാണ്. അപ്പം നല്ലോണം പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ടോപ്പിക്സുമായിട്ട്, സ്പെഷ്യൽ ടോപ്പിക്സായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.